ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോസ് ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് 10th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികളാണല്ലേ, അപ്പം ഒരുപാട് പഠിക്കാനുണ്ടാവും. സിലബസ് മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചൊന്നും കൂടെ ബ്രോഡാകുകയാണ്. പക്ഷേ പേടിക്കാനൊന്നുമില്ല. നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ബയോളജിയിൽ A+ വാങ്ങിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് പോവാം. നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് മെയിൻ കണ്ടൻറ്റ് എന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നോക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടുമല്ലോ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നതിനെ പറ്റിയിട്ട്. ഫസ്റ്റ് പോയിൻ്റ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസസ്. സെക്കൻഡ് വൺ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആൻഡ് നെർവസ് സിസ്റ്റം. തേർഡ് വൺ conduction of impulses through synapse. ഫോർത്ത് വൺ പ്രൊട്ടക്ഷൻ ഓഫ് ബ്രെയിൻ. ആൻഡ് ഫിഫ്ത്ത് വൺ ന്യൂറോളജിക്കൽ ഡിസീസസ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോ കണ്ടൻറ്റും ഡീറ്റെയിൽഡായിട്ട് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്നൊക്കെ നോക്കാം. നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്ന സമയത്ത് നോട്ട് എഴുതിയെടുക്കുക. നോട്ട് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. വെറുതെ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനോടൊപ്പം നോട്ട്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണേ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളെ ഫസ്റ്റ് പോയിന്റ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസസ് എന്നുള്ളതാണ്. ആ ഒരു പാർട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ പാർട്ടാണ്. അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കണം. അതിൽ ഫസ്റ്റ് വൺ സെൻസേഷൻ, സെക്കൻഡ് വൺ സ്റ്റിമുലസ് ആൻഡ് തേർഡ് വൺ റെസ്പോൺസസ്. ഈ ഒരു 3 കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പാർട്ട് സിമ്പിളായിട്ട് കവർ ചെയ്യാം. ആദ്യം ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ രാത്രി പെട്ടെന്ന് ഉണരുകയാണ്, കുറച്ച് വെള്ളത്തിന് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി നിങ്ങൾ കിച്ചണിലേക്ക് പോവുകയാണ്. കിച്ചണിൽ പോയ സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ലൈറ്റ് ഓൺ ചെയ്ത സമയത്ത് കിച്ചണിൽ ആരോ നിൽക്കുന്നുണ്ട്. ഒരു കള്ളനായിരുന്നു അത്. അപ്പോൾ നിങ്ങളിൽ എന്തോ ഒരു പ്രതികരണം ഉണ്ടാവും അല്ലേ. ഒരു കള്ളനെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു പ്രതികരണം ഉണ്ടാവും. ചിലർക്ക് ഒരു പ്രതികരണം ഉണ്ടാവില്ല അല്ലേ. ആ നിന്നെടുത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരാം. പക്ഷെ മറ്റു ചിലർക്കോ അവർ ഓടാൻ തുടങ്ങും. അയ്യോ എന്ന് പറഞ്ഞിട്ട് അവർ ഓടാൻ വേണ്ടി തുടങ്ങും. ഇതാണ് നമ്മളിലുണ്ടായ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇവിടെ നമുക്ക് ഈ ഒരു 3 ടേംസും ബന്ധപ്പെടുത്തി പഠിക്കാം. ഇവിടെ ഈ ഒരു കള്ളനെ കണ്ടപ്പോൾ നമുക്ക് എന്തോ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തു, ഒരു മെൻ്റൽ സ്റ്റേറ്റ്, ഒരു അവയർനെസ് നമ്മളിൽ ഉണ്ടായി. എന്താ അവയർനെസ്? ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല, ഓടണം. അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടായെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുക. മനസ്സിലായോ? സെൻസേഷൻ ഉണ്ടാക്കിയതാരാ? എപ്പോഴാണ് സെൻസേഷൻ ഉണ്ടായത്? നമ്മൾ കണ്ടതുകൊണ്ട് അല്ലേ. അപ്പം കാഴ്ച അല്ലെങ്കിൽ വിഷൻ എന്നുള്ളതാണ് ഇവിടെ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സെൻസേഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സ്റ്റിമുലസ് വേണം. ഈ സെൻസേഷനും സ്റ്റിമുലസൊക്കെ കാരണമായിട്ട് എന്താണോ നമ്മൾ ചെയ്തത് അതിനെയാണ് എന്ത് പറയുക? റെസ്പോൺസ് എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഓടിയില്ലേ. അപ്പം ഓടി എന്നുള്ളത് ഇവിടെ റെസ്പോൺസാണ്. ഇതാണ് ഈ ഒരു 3 ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എ കൈൻഡ് ഓഫ് മെൻ്റൽ അവെയർനെസ് ഓർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുക. ഈ സെൻസേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെൻസസിനെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയുക. സ്റ്റിമുലസ് ഈസ് നത്തിങ് ബട്ട് ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ആർ കോൾഡ് സ്റ്റിമുലസ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഈ ഒരു ടേംസ്. ഞാൻ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇതിലുള്ള സ്റ്റിമുലസ് ഏതാ, റെസ്പോൺസസ് ഏതാ, സെൻസേഷൻ എന്താ, ഇതൊക്കെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കൂടി സ്നെയിൽ ഒച്ചിങ്ങനെ എഴഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അതിൽ നിന്ന് തൊട്ട് വെക്കും അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും? അതിൻ്റെ ഷെല്ലിനുള്ളിലേക്ക് അതിൻ്റെ ബോഡി വിഡ്രോ ചെയ്യാൻ തുടങ്ങും, വലിക്കാൻ വേണ്ടി തുടങ്ങും. അതെന്താണ്? ഒരു തരം റെസ്പോൺസാണ്. ആ വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നതാണ് അവിടെ ഉണ്ടായ റെസ്പോൺസ്. ആ റെസ്പോൺസ് ഉണ്ടാക്കിയത് ആരാ? നമ്മൾ തൊട്ടത് കൊണ്ടാണല്ലേ. ഒരു ടച്ച് എന്ന് പറയുന്ന സ്റ്റിമുലസ് ആണ് അവിടെ വർക്ക് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഒരു സെൻസേഷൻ ഉണ്ടായി, ഒരു അവെയർനെസ് ഉണ്ടായി. ആരിൽ? ഈ പറയുന്ന സ്നെയിലിൽ ഒരു അവെയർനെസ് ഉണ്ടായി. ഇനിന്തോ ഒരു അപകടം വരാനുണ്ട് എന്നുള്ള ഒരു അവെയർനെസ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ സെൻസേഷൻ, സ്റ്റിമുലസ്, റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സെൻസേഷൻ ഈസ് എ കൈൻഡ് ഓഫ് ഫീലിംഗ് ഓർ അവെയർനെസ് ഓഫ് മെൻ്റൽ സ്റ്റേറ്റ്. Stimulus is the senses that evoke
റെസ്പോൺസസ്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണേ. ഇനി നമുക്ക് കുറച്ച് സ്റ്റിമുലസിന് എക്സാമ്പിൾ നോക്കാം. വിഷൻ. ഇവിടെ നമ്മൾ വിഷൻ എന്ന് പറയുന്ന സ്റ്റിമുലസിനെ കുറിച്ച് പഠിച്ചു. ദെൻ ടച്ച്, അത് നമ്മൾ പഠിച്ചു. ദെൻ ടേസ്റ്റ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് ഒരു കുട്ടി മാങ്ങ തിന്നുന്ന കേസൊക്കെ. ആ ടേസ്റ്റ് എന്ന് പറയുന്ന സ്റ്റിമുലസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മാങ്ങ കഴിക്കുന്നത് അല്ലേ. അപ്പം സ്റ്റിമുലസ്, മാങ്ങ കഴിക്കുക എന്നുള്ളത് റെസ്പോൺസും സ്റ്റിമുലസ് ആയിട്ട് ടേസ്റ്റുമാണ് ആക്ട് ചെയ്തത്. ദെൻ ഹംഗ്രി, നമുക്ക് വിശപ്പ് ഉണ്ടാവുന്നുണ്ട്. ആ വിശപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പ്രതികരണം ഉണ്ടാവും. അതിൻ്റെ പുറത്ത് നമ്മൾ ഫുഡ് കഴിക്കും അല്ലേ. അപ്പം അതും ഒരു സ്റ്റിമുലസ് ആണ്. ദെൻ സൗണ്ട്, സൗണ്ട് ഇസ് ഓൾസോ അനദർ സ്റ്റിമുലസ്. ദിസ് ഈസ് സം എക്സാമ്പിൾസ് ഫോർ സ്റ്റിമുലൈ. ദെൻ നെക്സ്റ്റ് വൺ, the stimulus may be internal or external. അതായത് 2 types of stimulus are there, external stimuli and internal stimuli. എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ് നമ്മൾ ഈ പറഞ്ഞ കേസൊക്കെ. വിഷൻ ആയിക്കോട്ടെ, ടച്ച് ആയിക്കോട്ടെ, ടേസ്റ്റ് ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുണ്ടായ സ്റ്റിമുലസാണ്. ഇനി എന്താ ഇൻറ്റേർണൽ സ്റ്റിമുലസ്? ദ സ്റ്റിമുലസ് ഇൻസൈഡ് ദ ബോഡി, നമ്മളെ ബോഡിക്കുള്ളിലുള്ള സ്റ്റിമുലസിനെയാണ് ഇൻറ്റേർണൽ സ്റ്റിമുലസ് എന്ന് പറയുക. എക്സാമ്പിൾ ഹംഗ്രി, വിശപ്പ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിക്കുള്ളിലുണ്ടാവുന്ന പ്രോസസ്സാണ്. ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെ നമ്മളെ ബോഡിക്ക് ഇൻസൈഡായി നടക്കുന്ന സ്റ്റിമുലസ് ആണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻറ്റേർണൽ സ്റ്റിമുലസ് എന്ന് വിളിക്കും. ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റിമുലസ് നടക്കുമ്പോൾ നമ്മൾ റെസ്പോൺസ് ഉണ്ടാവുന്നില്ലേ? ഉണ്ട്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ തന്നെ റെസ്പോൺസ് ഉണ്ടാക്കാൻ കേപ്പബിൾ ആയതിനെയാണ് അല്ലേ. വിശക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലൈ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് റിസീവ് സ്റ്റിമുലൈ, അതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് റിസെപ്റ്റേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ സ്റ്റിമുലസിന് കാരണമായിട്ട് റെസ്പോൺസ് ഉണ്ടാവുന്നു. ഈ റെസ്പോൺസ് ഉണ്ടാവുന്നത് സെൻസേഷൻ്റെ ഫലമായിട്ടാണ് ഒക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഈ സ്റ്റിമുലസിന് എന്ത് ചെയ്യണം? നമ്മളെ ബ്രെയിനിലേക്ക് എത്തിക്കണം. അതായത് നമ്മളൊരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാഴ്ചയെ നമ്മളെ ബ്രെയിനിന് എത്തിക്കണം. അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു ഇൻഫർമേഷൻ നമ്മളെ ബ്രെയിനിൽ എത്തുമ്പോഴാണ് അല്ലേ. അപ്പം ഈ ഒരു സ്റ്റിമുലസിനെ സ്വീകരിക്കാൻ എന്തുണ്ട്? നമ്മളെ ബോഡിയിൽ, നമ്മളെ സെൻസ് ഓർഗൻസിൽ ഒക്കെ കുറേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അതിനെയാണ് റിസെപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് പ്രസൻറ്റ് ഇൻ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ ബോഡി പാർട്സ്. മനസ്സിലായോ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിസീവ് സ്റ്റിമുലൈ, സ്റ്റിമുലസിനെ റിസീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ടച്ച് എന്നുള്ള ഒരു ഫീലിങ്സ് നമ്മൾ അറിയണമെങ്കിൽ നമ്മളെ സ്കിന്നിൽ ടച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ കാണില്ലേ ടങ്ങിൻ്റെ മുകളിലുള്ള റിസെപ്റ്റേഴ്സിനെ കാണിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ടങ്ങിൻ്റെ മുകളിൽ റിസെപ്റ്റേഴ്സ്? നമുക്ക് ടേസ്റ്റ് അറിയണം അല്ലേ. ടേസ്റ്റ് അറിയണമെങ്കിൽ അവിടെ റിസെപ്റ്റേഴ്സ് വേണം. അവരാണ് നമ്മളെ സ്റ്റിമുലസിനെ സ്വീകരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഐയിൽ, നമ്മളെ കണ്ണിലുള്ള റിസെപ്റ്റേഴ്സിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ റിസെപ്റ്റേഴ്സാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്. എന്നിട്ട് ആ റിസെപ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മളെ ബ്രെയിനിലേക്ക് അതിൻ്റെ മെസ്സേജസ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പം പറഞ്ഞു കഴിഞ്ഞു, റിസെപ്റ്റേഴ്സ് നമ്മളെ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യും, എന്നിട്ട് ബ്രെയിനിലേക്ക് മെസ്സേജസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിലുള്ള സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥ. ഇതാണ് ഈ ഒരു പണിയെടുക്കുന്നത്. ദ നെർവസ് സിസ്റ്റം മെയിൻലി കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ദ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഈ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റാണ് നെർവ് സെൽസ് ഓർ ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെർവ്സ് ആർ മേഡപ്പ് ഓഫ് നെർവ് സെൽസ്. അപ്പോൾ ഈ നെർവ് സെൽസ് ആണ്, അല്ലെങ്കിൽ ന്യൂറോൺ ആണ് നമ്മളെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ ടെക്സ്റ്റിൽ സ്ട്രക്ചർ ഓഫ് നെർവ് സെൽസ് ഓർ ന്യൂറോൺ പഠിക്കാനുണ്ട്. നമുക്കത് നോക്കാം. സ്ട്രക്ചർ പറയുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഡെൻഡ്രൈറ്റിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. നിങ്ങൾ നോക്കുക, ഇതെന്താ ചെയ്യുക? ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. അടുത്തുള്ള ഒരു ന്യൂറോണിൽ നിന്ന് അത് ഇമ്പൾസസിനെ റിസീവ് ചെയ്യും. ഇതൊരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ന്യൂറോൺസ് ഇങ്ങനെ അടുത്തടുത്തുണ്ടാവും. എന്നിട്ടാണ് നെർവ്സ് ഫോം ചെയ്യുക. അപ്പം ഈ പറയുന്ന ഡെൻഡ്രൈറ്റ് മറ്റ് അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസിനെ
ക്യാരി ചെയ്യും. കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഏതാ സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത്? ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെൻഡ്രോൺ ഇസ് എ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നുള്ള ഷോർട്ട് ഫിലമെൻറ്റിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുക. സെൽ ബോഡി നിങ്ങൾ കാണുന്നില്ലേ ഉള്ളിൽ കാണിച്ചിരിക്കുന്ന, അതാണ് സെൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെൽ ബോഡിക്കകത്ത് എന്തുണ്ട്? എല്ലാ സെല്ലിലെയും പോലെ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഒക്കെ ഉണ്ട്. ഈ ഒരു നെർവ് സെല്ലിലും അല്ലെങ്കിൽ ന്യൂറോണിലും ഈ പറഞ്ഞ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഒക്കെ കാണുന്നുണ്ട്. ഈ ഡെൻഡ്രോൺ എന്താ? ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡിയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഡെൻഡ്രൈറ്റിൽ നിന്നുള്ള മെസ്സേജസിനെ ക്യാരി ചെയ്യാണ് ആര് ചെയ്യുക? ഡെൻഡ്രോൺ ചെയ്യുക. ഡെൻഡ്രൈറ്റ് ലീഡ്സ് ഇൻ ടു ഡെൻഡ്രോൺ ആൻഡ് ദാറ്റ് ലീഡ്സ് ഇൻ ടു സെൽ ബോഡി. സെൽ ബോഡിയിലേക്ക് മെസ്സേജ് കൊടുക്കുകയാണ് നമ്മൾ ഡെൻഡ്രോൺ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും? സെൽ ബോഡിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ദർ ഇസ് എ ലോങ് ഫിലമെൻറ്റ് ഫ്രം സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നൊരു ലോങ് ഫിലമെൻറ്റ് കാണുന്നില്ല നിങ്ങൾ? ദാറ്റ് ഈസ് നോൺ ആസ് axon. Axon is the longest filament from the cell body. It carries impulses from cell body to ഔട്ട്സൈഡ്. സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണത്. ഇനി ഒരു ആക്സോണിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക ന്യൂറോൺസിലും ആക്സോൺസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മയലിൻ. അതായത് അധിക ന്യൂറോൺസിൻ്റെ കേസിലും മയലിനേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ട്? ഒരു കോട്ടിംഗ് വരുന്നുണ്ട്. മൈലിനേറ്റഡ് ആയിട്ടുള്ള കോട്ടിംഗ് വരുന്നുണ്ട് മിക്ക ആക്സോണിൻ്റെ കേസിലും. അതെന്താണ്? ലിപ്പിഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മൈലിനേറ്റഡ് ആയിട്ടുള്ള എൻസർക്ലിംഗ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? മൈലിൻ ഷീത്ത് എന്ന് പറയാം. ഈ മൈലിൻ ഷീത്ത് ഞാൻ പറഞ്ഞു ലിപ്പിഡ് കണ്ടെയ്നിങ് ആണ്. ഈ മൈലിൻ ഷീത്ത് നമ്മളെ ബ്രെയിനിൽ കാണാം, നമ്മളെ നെർവ്സിൽ കാണാം, നമ്മളെ സ്പൈനൽ കോഡിൽ കാണാം. അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടിലൊക്കെ ഈ മൈലിനേറ്റഡ് ഷീത്ത് കാണാം. അതായത് ആക്സോണിൻ്റെ മുകളിൽ ഈ ഒരു കോട്ടിങ് കാണാം. പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്ക് ആദ്യം നോക്കാം. ഇൻ ദ കേസ് ഓഫ് നെർവ്സ്, ദിസ് മൈലിൻ ഷീത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഷ്വാൻ സെൽസ്. നെർവ്സിൻ്റെ കേസിൽ ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഷ്വാൻ സെൽസ് കൊണ്ടാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഒലിഗോഡെൻഡ്രോസൈറ്റ്. ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉപയോഗിച്ചാണ് നമ്മളെ ബ്രെയിനിലും സ്പൈനൽ കോഡിലുള്ള മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഈ മൈലിൻ ഷീത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിനായിട്ട് മൈലിൻ ഷീത്തിന് ചില ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് പ്രൊട്ടക്ഷൻ തന്നെയാണ്. നമ്മൾ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആക്സോണിൻ്റെ മുകളിലുള്ള കോട്ടിംഗ് അല്ലേ? അപ്പം ആക്സോണിൻ്റെ പ്രൊട്ടക്ഷനാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻ. എന്ത് ചെയ്യുക? പ്രൊവൈഡ് ന്യൂട്രിയൻസ്, ഓക്സിജൻ എക്സെട്ര ടു ദ ആക്സോൺ. ആക്സോണിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ആക്സോൺ ഫ്രം ഇലക്ട്രിക് ഷോക്ക് ഓർ എക്സ്റ്റേണൽ ഷോക്ക്. എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഷോക്ക് ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മളെ ആക്സോണിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഫങ്ഷൻ കൂടിയുണ്ട്. പിന്നെ ഇറ്റ് ആക്ട് ആസ് ഇലക്ട്രിക് ഇൻസുലേറ്റർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആക്സിലറേറ്റ് ഇമ്പൾസസ്, ആവേഗങ്ങൾ പോകണമല്ലോ അല്ലേ? അപ്പം അതിനെ ആക്സിലറേറ്റ് ചെയ്യാന്നുള്ള ഫങ്ഷൻ കൂടെ ഈ പറയുന്ന മൈലിൻ ഷീത്തിന് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെ നെർവ്സിലുള്ള മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഷ്വാൻ സെൽസ് കൊണ്ടും നമ്മളെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഉള്ള ഈ പറയുന്ന മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റും കൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഈ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും തന്നെ മറ്റൊരു കേസ് കൂടെ പഠിക്കാനുണ്ട്. ഈ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ചില പാർട്ടിൽ മൈലിനേറ്റഡ് ആയിട്ടുള്ള കുറേ നെർവ് സെൽസ് കാണാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് വിളിക്കും? വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. The part of brain and spinal cord in which the myelinated nerve cells are present in abundance is called white matter. But in some cases non-myelinated nerve cells are seen in the part of the brain and spinal cord. This is called ഗ്രേ മാറ്റർ. മനസ്സിലായോ? അതായത് ചില സ്ഥലങ്ങളിൽ നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും, മൈലിനേറ്റഡ് കോട്ടിംഗ് ഇല്ലാത്ത സെൽസ് ആയിരിക്കും കൂടുതൽ കാണുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഗ്രേ മാറ്റർ പറയാം. അപ്പം വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? അതായത് ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളിൽ ധാരാളം മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് സെൽസ് കാണാം, അവിടെ വൈറ്റ് മാറ്റർ കുറേ ഉള്ളതുകൊണ്ട് അവിടെ വൈറ്റ് മാറ്റർ. എന്നാൽ നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ എന്ത് പറയും? അവിടെ ഗ്രേ മാറ്റർ എന്ന് പറയും. ഇതിനൊരു കാരണമുണ്ട്. ഈ മൈലിനേറ്റഡ് ചെയ്ത് ഒരു ഷൈനി വൈറ്റിഷ് കളറായിരിക്കും. അപ്പം മൈലിനേറ്റഡ് സെൽസ് കൂടുതലുള്ള എന്ന് പറയുമ്പോൾ ആ വൈറ്റിഷ് കളർ കൂടുതലുള്ള, അപ്പോൾ അവിടെ വൈറ്റ് മാറ്റർ എന്ന് പറയാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ എന്തില്ല? മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് സെൽസ് അത്രത്തോളം ഇല്ല, അവിടെ നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് അവിടെ ഒരു വൈറ്റ് കളർ ഇല്ല, അതുകൊണ്ട് അതിനെ ഗ്രേ മാറ്റർ എന്നും
പറയാം. ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ. അപ്പോൾ നമ്മൾ ആക്സോൺ വരെ പഠിച്ചു, ആക്സോണിൻ്റെ മുകളിലുള്ള സ്ട്രക്ചറൊക്കെ പഠിച്ചു. ഇനി ഈ ആക്സോൺ എവിടത്തേക്കാൾ ദ ആക്സോൺ ലീഡ്സ് ഇൻ ടു ആക്സോണൈറ്റ്. അപ്പം ബ്രാഞ്ച് ഓഫ് ആക്സോൺ ആണ് ആക്സോണൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. മനസ്സിലായോ? ആക്സോണിൻ്റെ ബ്രാഞ്ച് ആക്സോണൈറ്റ്. ദാറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. ആക്സോണിൽ നിന്ന് ഇമ്പൾസസിനെ ക്യാരി ചെയ്തിട്ട് അത് സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കുക. ആ ആക്സോണിറ്റിൻ്റെ ടിപ്പിൽ കാണുന്ന റൗണ്ട് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക? സിനാപ്റ്റിക് നോബ് എന്ന് പറയാം. മനസ്സിലായോ? അത് എന്ത് ചെയ്യും? ദാറ്റ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അത് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇമ്പൾസസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിലേക്ക്? നമ്മളെ ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് മെസ്സേജസൊക്കെ കോഡ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. മനസ്സിലായല്ലോ? അപ്പം ഡെൻഡ്രോൺ മനസ്സിലായി, ഡെൻഡ്രൈറ്റ് മനസ്സിലായി, ഷ്വാൻ സെൽസ് മനസ്സിലായി, ആക്സോൺ മനസ്സിലായി, ആക്സോണൈറ്റ് മനസ്സിലായി, സിനാപ്റ്റിക് നോബ് മനസ്സിലായി. സിനാപ്റ്റിക് നോബ് ഇസ് എ ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമിന് പാട്ട് അടയാളപ്പെടുത്താണ്ട് തരും, നിങ്ങളത് അടയാളപ്പെടുത്തേണ്ടി വരും, അതിനുള്ള ഫങ്ഷൻസ് എഴുതേണ്ടി വരും. ഒരു ഡൗട്ടും വേണ്ട, സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതി പോകാവുന്നതേ ഉള്ളൂ. സോ നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ പറയാൻ പറ്റും നമ്മളെ ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷൻ ഫ്രം ഡെൻഡ്രൈറ്റ് ടു ഡെൻഡ്രോൺ, ദെൻ സെൽ ബോഡി, ദെൻ ആക്സോൺ, ദെൻ ആക്സോണൈറ്റ്, ദെൻ സിനാപ്റ്റിക് നോബ്. മനസ്സിലായല്ലോ? ഒരു ഡൗട്ടില്ലല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ അത് വാച്ച് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് അത് ആഡ് ചെയ്യണം.